അനുസരണമില്ലായ്മ വലിയ തെറ്റ് എന്ന് പറഞ്ഞ് വത്തിക്കാൻ മലയാളിയടക്കം 2 സന്യസ്തരെ പുറത്താക്കിയിരിക്കുന്നു. അടുത്ത നടപടി കേരളത്തിലോ? ഇറ്റലിയിലെ അമാൽഫിയിലെ ഒരു മഠത്തിൽ നിന്ന് സ്ഥലം മാറി മറ്റൊരു മഠത്തിലേക്ക് പോകാൻ സഭാധികൃതർ പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും ആ ഉത്തരവ് നിരസിച്ച് ആ മഠത്തിൽ തന്നെ തുടർന്ന മലയാളി കന്യാസ്ത്രീ അടക്കം 2 പേരെ വത്തിക്കാൻ സന്യാസിനി എന്ന പദവിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. 3 കന്യാസ്ത്രീകൾ മാത്രമായിരുന്നു പുറത്താക്കപ്പെട്ട കന്യാസ്ത്രീകൾ താമസിച്ച മഠത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ കന്യാസ്ത്രീക്ക് 97 വയസ്സ് പ്രായമുണ്ടായിരുന്നതിനാൽ അവർക്ക് മാത്രം സ്ഥലമാറ്റ ഉത്തരവ് വത്തിക്കാൻ നൽകിയിരുന്നില്ല. മാത്രമല്ല, സ്ഥലം മാറ്റം നൽകിയ മലയാളി കന്യാസ്ത്രീക്കും ഇറ്റാലിയൻ കന്യാസ്ത്രീക്കും പകരമായി മറ്റ് 2 കന്യാസ്ത്രീകളെ അവിടേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിൽ പുറത്തിറക്കിയ ഉത്തരവ് അംഗീകരിക്കാനോ പകരക്കാരെ പ്രവേശിപ്പിക്കാനോ ഇപ്പോൾ പുറത്താക്കപ്പെട്ട കന്യാസ്ത്രീകൾ തയ്യാറായിരുന്നില്ല. റവെല്ലോയിലെ ക്ലിഫ് ടോപ്പ് സിറ്റിയിലെ 7 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഠത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. സ്ഥലം മാറ്റ ഉത്തരവ് നൽകിയിട്ടും അവിടെ നിന്ന് മാറാൻ തയ്യാറാകാതിരുന്ന വിമത കന്യാസ്ത്രീകൾക്ക് നിരവധി തവണ മുന്നറിയിപ്പ് ബന്ധപ്പെട്ടവർ നൽകിയിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞ് അവിടെ തന്നെ തുടർന്നതിനാലാണ് വത്തിക്കാൻ അവരെ അനുസരണവ്രതം തുടർച്ചയായി ലംഘിച്ചതിനാൽ കന്യാസ്ത്രീ പദവിയിൽ നിന്നും നീക്കിയത്. പുറത്താക്കപ്പെട്ട സിസ്റ്റർമാരായ മാസിമിലിയാന പാൻസെയും ഏഞ്ചല മരിയ പുന്നക്കിലിനെയും സന്യാസിനി പദവിയിൽ നിന്ന് മോചിതരാക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഒപ്പിട്ട ഒരു കത്ത് ഇവർക്ക് നൽകിയതോടെയാണ് ഇവർ ശനിയാഴ്ച സാന്താ ചിയറ മഠം വിട്ട് പോയത്. വത്തിക്കാനുമായി ചർച്ച നടത്താൻ പുറത്താക്കപ്പെട്ട കന്യാസ്ത്രീകൾ ശ്രമിച്ചെങ്കിലും സിസ്റ്റർ പാൻസിയും സിസ്റ്റർ ഏഞ്ചല മരിയ പുന്നക്കിലും സഭയോട് അനുസരണക്കേട് കാണിച്ചു എന്നതിനാൽ അവർക്കുള്ള ഡിസ്മിസൽ മാർപ്പാപ്പ നൽകുകയായിരുന്നു. സന്യാസ സഭ നൽകിയ ശിക്ഷ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥിരീകരിച്ചതിനാൽ അവർക്ക് ഇനി വത്തിക്കാന് അപ്പീൽ പോകാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. അനുസരണമില്ലായ്മ എന്ന കുറ്റത്തിന് സന്യാസ പദവിയിൽ നിന്ന് 2 പേരെ പുറത്താക്കി എന്ന വാർത്ത കേട്ട് ശരിക്കും പരിഭ്രമത്തിലായിരിക്കുന്നത് കേരളത്തിലെ ചില കന്യാസ്ത്രീകളാണ്. കേരളത്തിലെ കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് ചില കന്യാസ്ത്രീകൾക്ക് സ്ഥലം മാറ്റം നൽകിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും അവർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. അവർ സഭയ്ക്കും സഭയിലെ ചിലർക്കുമെതിരെ നൽകിയിട്ടുള്ള കോടതി കേസുകളിൽ കോടതി വിളിക്കുമ്പോൾ തങ്ങൾക്ക് കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് എന്ന നിസ്സാര കാരണം പറഞ്ഞാണ് അവർ കുറവിലങ്ങാട് മഠത്തിൽ അധികാരികളുടെ സ്ഥലം മാറ്റ ഉത്തരവിനെ അനുസരിക്കാതെ തുടരുന്നത്. സന്യാസത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസി കളപ്പുരയും ചില തൊടുന്യായങ്ങൾ പറഞ്ഞ് തന്റെ സന്യാസ ഭവനം വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും സന്യസ്തരുടെ അനുസരണമില്ലായ്മയെ വലിയ തെറ്റായി കണ്ട് അതിന്റെ പേരിൽ സന്യാസത്തിൽ നിന്ന് പുറത്താക്കുക എന്ന കടുത്ത ശിക്ഷ നടപ്പിലാക്കാൻ ആരംഭിച്ചു എന്നത് ഏറെ പരിഭ്രമം കേരള സഭയിലെ ഒരു കൂട്ടം വൈദികരിലും സന്യസ്തരിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. കാരണം വത്തിക്കാൻ 2 സന്യസ്തർക്കെതിരെ അനുസരണക്കേടിന് നടപടിയെടുത്തതുപോലെ നടപടിയെടുക്കാൻ കേരളത്തിലെ സഭയെ പ്രേരിപ്പിച്ചാൽ പലരും പുറത്തുപോകാൻ സാധ്യതയുണ്ട് എന്നത് തന്നെ കാരണം.